സ്വാഗതം ലൈവ് അറ്റ് 6. ആദ്യം തലക്കെട്ട്. PSC നിയമന വിവാദത്തിൽ നടപടികളിലേക്ക് സർക്കാർ. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. നാളെ നിർണായകമായ PSC യോഗം. ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യയെ നിയമിച്ചതും പിൻവാതിൽ വഴിയെന്ന ആരോപണം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായിക്ക് CPIയുടെ മറുപടി. ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇടതു പാർട്ടികൾക്ക് കീഴ്വഴക്കങ്ങൾ മാറ്റിയ പാരമ്പര്യമെന്ന് PP സുനീർ. CPI ഉന്നയിച്ചതൊക്കെ ശരിയെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി. അൻസിബയുടെ പരാതിയിൽ കോടതിയുടെ ഇടപെടൽ. ലക്ഷ്മി പ്രിയയ്ക്കും ഭർത്താവിനും SIക്കുമെതിരെ കേസെടുക്കണമെന്ന് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി. പോരാട്ടം പവർ ഗ്രൂപ്പിനെതിരെയെന്ന് ശ്വേത മേനോൻ. തന്റെ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വീട്ടിൽ ശേഖരിച്ച് DFO. താരത്തിന്റെ കൈവശം 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളും. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. വൈദ്യപരിശോധനയിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ലെന്ന് തെളിഞ്ഞു. പരിശോധനാ ഫലത്തിന് പിന്നാലെ മൊഴി മാറ്റി പെൺകുട്ടി. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആക്രമണം. CIയുടെ തല കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. കുളപ്പട സ്വദേശി യദു പോലീസ് കസ്റ്റഡി. പകർച്ചവ്യാധി ഭീഷണിയിൽ തിരുവനന്തപുരം. നഗരത്തിലും ദേശീയപാതയിലും ജലസ്രോതസ്സുകളിലും വൻ മാലിന്യ ശേഖരണം. ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. ഖമനേയിക്ക് വിട നൽകാൻ ഇറാൻ. ഇന്ന് വൈകിട്ട് ടെഹ്റാനിൽ പൊതുദർശനം. നാളെ വിലാപയാത്രയായി ഖോമിലേക്ക്. ചടങ്ങുകൾക്കിടയിലും ഇറാനെ പരിഹസിച്ച് ട്രംപ്. സംസ്കാരത്തിന് ഒത്തുചേരുമ്പോൾ എല്ലാവരെയും ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്ന് ട്രംപ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിൽ നിന്ന് അഗ്നിപരീക്ഷ. എതിരാളികൾ നോർവേ. മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പരാഗ്വയെ തകർത്ത് ഫ്രാൻസ് ക്വാർട്ടറിൽ. കാനഡയെ കീഴടക്കി മൊറോക്കോ. വിശദമായി. പ്രതിപക്ഷ ഉപനേതാവ് പദവി അടഞ്ഞ അധ്യായമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അഭിപ്രായത്തിനെതിരെ പരസ്യ നിലപാടുമായി CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ല. കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിയ പാരമ്പര്യം ഇടതു പാർട്ടികൾക്കുണ്ട്. CPI പണ്ട് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ടെന്ന് പിണറായിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പും PP സുനീർ ഉന്നയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയല്ല CPI. പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇടതുപക്ഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ CPI നിലപാടാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സമയങ്ങളിൽ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനോ നേതൃത്വം എടുക്കാനോ മുന്നിട്ട് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പരാജയം നിലപാടിൽ മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഉപനിർസാരം CPI ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. PSC നിയമന വിവാദത്തിൽ നിർണായക നടപടികളിലേക്ക് സർക്കാർ. ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യയ്ക്കടക്കം പിൻവാതിൽ നിയമനമെന്ന് ആരോപണമുയർന്നിരുന്നു. എന്നാൽ PSC ചെയർമാൻ അടക്കം 16 LDF നോമിനികൾക്കെതിരെ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരിന് പരിമിതികളുണ്ടെങ്കിലും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് നീക്കം. നാളെ PSC യോഗവും ചേരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും അതീവ ഗൌരവത്തോടുകൂടിയാണ് സർക്കാർ ഇടപെടാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. അതിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതികളുണ്ട്. മാത്രമല്ല ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവരുടെ കുടുംബങ്ങളുടെ വലിയ പ്രതീക്ഷയായ ഒരു സ്ഥാപനം കൂടിയാണ്. അതിന്റെ വിശ്വാസത്തെ ബാധിക്കാത്ത തരത്തിലുള്ള അന്വേഷണം വേണമെന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിക്ക് അടക്കം ഉള്ളത്. നേരത്തെ തന്നെ വിവാദം ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടാനാകുമെന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിനും ഇപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഈ ആസൂത്രണ ബോർഡിലെ
പരീക്ഷാ ക്രമക്കേടക്കം അന്വേഷിക്കാനുള്ള താല്പര്യം ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവരും ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനവുമായി ബന്ധപ്പെട്ട PSC തന്നെ തെറ്റ് സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാക്കി തങ്ങളുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് അവർ പറയുകയും ചെയ്തു. എന്നാൽ സാധാരണഗതിയിൽ അത്തരം അന്വേഷണം നടത്തേണ്ടത് PSCയിലെ വിജിലൻസ് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അവരുടെ പരീക്ഷാ കൺട്രോൾ കൂടിയായ ഉദ്യോഗസ്ഥരാണ്. അത് PSC വിശദീകരിക്കുന്നത് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് തന്നെയാണ്. തങ്ങളുടെ ആഭ്യന്തര വിജിലൻസ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് ഈ പരീക്ഷാ കൺട്രോളറാണ്. മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല. ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, പിന്നീട് കൃത്യമായ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് PSC വ്യക്തമാക്കുന്നത്. എന്നാൽ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ചെയർമാൻ നടത്തുന്നതെന്ന വിലയിരുത്തലും വിമർശനവുമാണ് പുറത്ത് ഉയർന്നു വരുന്നത്. ഏതായാലും നാളെ PSCയുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ കുപ്രസിദ്ധമായ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അന്ന് PSC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ആ അന്വേഷണം നടത്തിയത് PSCയിലെ വിജിലൻസ് SP ആയിരുന്നു. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാഭാവികം ഇത്തവണയും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും പരീക്ഷാ കൺട്രോളറെയാണ് PSC ചെയർമാൻ അന്വേഷണം ഏൽപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിമർശനങ്ങൾക്ക് നാളത്തെ യോഗത്തിൽ ചെയർമാൻ മറുപടി നൽകിയേക്കും. സർക്കാരും തുടർ അന്വേഷണത്തിനുള്ള സാധ്യതകൾ ആരായുകയാണ്. പോലീസിന്റെ അന്വേഷണം വൈകാതെ ഉണ്ടായേക്കാം. നിയമോപദേശത്തിന് ശേഷം മാത്രമാകും അന്വേഷണം. ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. PSC കഴിഞ്ഞ സർക്കാരുകൾ നിയോഗിച്ച 16 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ 16 പേരാണ് ഉള്ളത്. പുതിയ 5 അംഗങ്ങൾ ഒഴിവുണ്ട്. അത് വൈകാതെ കോൺഗ്രസ് UDF നികത്തിയേക്കും. അങ്ങനെ നികത്തിയാൽ പോലും PSCയിൽ ഒരു മേൽക്കൈ കോൺഗ്രസ് ലഭിക്കുക അത്ര എളുപ്പമല്ല. ചെയർമാനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ പലരും ഉയർത്തുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമായ ഒരു നടപടിക്രമമല്ല. ഈ ഗവർണർ അടക്കം അനുമതി വേണ്ട ഒരു വലിയ പ്രക്രിയയാണ്. ഏതായാലും PSCയിൽ അത് വളരെ കൃത്യമായ ശക്തമായ ഇടപെടലിന് സർക്കാർ തയ്യാറെടുക്കുകയാണ്. അതെങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. നടി ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും തൃപ്പൂണിത്തറ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചു എന്ന NCBയുടെ പരാതിയിലാണ് കോടതിയുടെ നിർദ്ദേശം. അതിനിടെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ശ്വേത മേനോൻ രംഗത്തെത്തി. തന്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെയെന്നും സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ലെന്നും ശ്വേത മേനോൻ പറയുന്നു. അമ്മയിലെ തർക്കങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. നടി ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അൻസിബയെ SI രേഷ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളം സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയെന്നും മാനസികമായ വലിയ സമ്മർദ്ദം നൽകിയെന്നുമായിരുന്നു അൻസിബയുടെ പരാതി. ആ പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു തൃക്കാക്കര ACPയുടെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അൻസിബയുടെ പരാതി പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തറ ഹിൽ പാലസ് SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ലക്ഷ്മിപ്രിയയും ഭർത്താവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. നേരത്തെ കഴമ്പില്ല, അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തിയ ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കടന്നിരിക്കുന്നത്. അതേസമയം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശ്വേത മേനോൻ. ഇന്നലെ നടിമാരായ അൻസിബ, മാല പാർവതി ഉൾപ്പെടെയുള്ളവർ, ഉഷ ഹസീന അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്വേത മേനോനെതിരെ ഉന്നയിച്ചത്. അതിന് മറുപടിയായാണ് ശ്വേത മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. തന്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെയാണ്. അമ്മയുടെ ഫണ്ടിൽ ചിലർ സാമ്പത്തിക തിരിമറികൾ നടത്തിയത് താൻ കണ്ടെത്തി. അത് പുറത്തു പറയുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ് തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്നെ മാനസികമായിട്ട് ഇത്രയും പീഡനം തനിക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തതെന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. അമ്മയിലെ പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടിയാണ് പല പരിപാടികളിലൂടെയും പണം പിരിക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, അദാനിയാണോ എന്നൊന്നും താൻ നോക്കാറില്ല എന്നുകൂടിയാണ് ശ്വേത മേനോൻ പറയുന്നത്. എത്ര ശ്രമിച്ചാലും തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും, നിശബ്ദയാക്കാൻ നോക്കണ്ട എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് കൂടിയാണ് ശ്വേത മേനോൻ പറയുന്നത്. പക്ഷെ അൻസിബ അതിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ പിന്തുണ ശ്വേത മേനോനില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ താൻ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലും ഓരോ ദിവസം കഴിയുന്തോറും താരസംഘടനയായ അമ്മയിലെ പോര് മുറുകുകയാണ്. പരസ്പരമുള്ള ആരോപണങ്ങളിലൊന്നും ശമനമുണ്ടാകുന്നുമില്ല.
കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറി നടൻ മോഹൻലാൽ. വനംവകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടപടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരം ശേഖരിച്ചു. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വലിയ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പിന്നീട് പെൺകുട്ടി മൊഴിമാറ്റി പറയുകയും ചെയ്തു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നതായി പോലീസ് വിശദീകരിക്കുന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി താന്നിക്കരമ്പോയിൽ പ്രസാദാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠ സഹോദരൻ പ്രമോദ് പോലീസിന്റെ പിടിയിലാണ്. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആക്രമണം. സിഐയുടെ തല കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. തലയിൽ 4 തുന്നിക്കെട്ടുണ്ട്. കുളപ്പട് സ്വദേശി യദു പോലീസിന്റെ കസ്റ്റഡിയിലായി. ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയമുണ്ട്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മദ്യക്കുപ്പിയും പോലീസ് സ്റ്റേഷനിൽ അടിച്ചു പൊട്ടിച്ചു. മറ്റേ ഇതിനകത്ത് ഇത് കയറ്റമെന്ന് പറഞ്ഞല്ലോ, വാ ഞാൻ കയറ്റിത്തരാം, വരാൻ പറ, ഓരോരുത്തന്മാരെ വരാൻ പറ. 50,000 രൂപ വെച്ച് തന്നില്ലെങ്കിൽ ഇവിടുത്തെ പോലീസും ഇല്ല, സ്റ്റേഷൻ തിരിച്ചു വയ്ക്കും. നീല കളർ മതി സ്റ്റേഷന്, വാടാ. എന്നെ പ്രാന്തനെന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതി ഉണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. എന്നെ അടിച്ചവന്മാരെയും എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കാത്തവന്മാരെയും ഞാൻ ഇനി ആത്മഹത്യ ചെയ്യും. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആര്യനാട് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനും ബ്രാഞ്ച് കൂടിയ വേണു സാർ ഉൾപ്പെടെയുള്ളവന്മാർക്കും കണ്ടോളാം. ഇന്ന് കാണാം. ഗുരുവായൂരിൽ നടുറോഡിൽ മദ്യപിച്ചെത്തിയ യുവാക്കളുടെ ഗുണ്ടായിസം. വടിവാളുമായി സ്കൂട്ടറിലെത്തിയ യുവാക്കൾ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി ആളുകളുമായി തട്ടിക്കയറി. പേരകം സ്വദേശിയായ ഫിറോസ്, ഒരുമണിയൂർ സ്വദേശി ബിജീഷ് എന്നിവരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായവർ 2 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ കട്ടിൽ മോഷ്ടിക്കാൻ ശ്രമം. പൂർവ്വ വിദ്യാർത്ഥിയായ ആൻസ്റ്റൺ ആണ് 8 കട്ടിലുകൾ മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചത്. പോർട്ടർ വഴി വാഹനം ബുക്ക് ചെയ്ത് കട്ടിൽ കടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഹോസ്റ്റൽ വാർഡൻ പിടികൂടിയത്. കട്ടിലെ മൂട്ടശല്യം ഒഴിവാക്കാൻ കെമിക്കൽ അടിക്കാൻ കൊണ്ടുപോകുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മറുപടി. പ്രതിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ബസ്സിന് പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. വെളിയങ്കോട് സ്വദേശി അബുവിന്റെ മകൻ മഷൂദാണ് മരിച്ചത്. പാലപ്പെട്ടി അമ്പലത്തിനടുത്ത് സർവീസ് റോഡിൽ വെച്ചാണ് സംഭവമുണ്ടായത്. യാത്രക്കാരെ ഇറക്കാൻ ബസ് നിർത്തിയപ്പോൾ പിറകിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കുണ്ട്. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും തെറ്റുകൾ തിരുത്തേണ്ടത് പാർട്ടിയാണെന്നും തുറന്നടിച്ച ടി കെ ഗോവിന്ദൻ. താൻ തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിക്ക് തന്നെ നടത്തേണ്ടി വരുമെന്നും യഥാർത്ഥത്തിൽ ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിച്ചവരാണ് യഥാർത്ഥ വർഗവഞ്ചകരെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ എടുത്ത നിലപാട് ശരിയാണ്. എൻ്റെ നിലപാടിനോടൊപ്പമാണ് CPM അടിമുടിയുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ജയരാജൻ പറയുന്നത് തെറ്റ് തിരുത്തി വന്നാൽ പറ്റുന്ന. ആർക്കാണ് തെറ്റ് സംഭവിച്ചത്, ആരാണ് തെറ്റ് ചെയ്തത്, ഇതാണ് ജയരാജൻ വ്യക്തമാക്കേണ്ടത്. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്ന. തളിപ്പറമ്പിൽ തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, അങ്ങനെ കേരളത്തിൽ ഉടനീളം തെറ്റുപറ്റി എന്ന് പാർട്ടി സമ്മതിച്ചല്ലോ.
അപ്പോൾ പിന്നെ ആ പാർട്ടിയല്ലേ തെറ്റ് തിരുത്തേണ്ടത്? ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എന്റെ ശരിയുടെ പക്ഷത്താണ് ജനങ്ങൾ ആകെ നിൽക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വളരെ ബുദ്ധിമുട്ടി വാങ്ങിയ ഉപകരണങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ അനുവദിക്കില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും, സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ അന്വേഷണം നടത്തും. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ അതിന് ഇത്ര നിസ്സാര മട്ടിൽ കൈകാര്യം ചെയ്യുന്നവരാരാണെങ്കിലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കും. മാത്രമല്ല, ഇതൊക്കെ ഈ ഫണ്ട് കണ്ടെത്താൻ പ്രയാസം ചില്ലറയൊന്നും അല്ലല്ലോ. ഇപ്പൊ തന്നെ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ നേരത്ത് വാങ്ങിയ ഉപകരണങ്ങൾ ഇങ്ങനെ ശൂന്യമാക്കിയിടുന്ന തെറ്റായ പ്രവണതയാണ്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണെങ്കിലും ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം ഉണ്ടാവും. വിജിലൻസിന് വിടേണ്ട കേസുകൾ വിജിലൻസിന് വിടും. ഇനി ഇത് ആവർത്തിക്കാൻ സമ്മതിക്കില്ല. വിശദമായിട്ട് ഓഡിറ്റ് നടത്തും. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള സമീപനം സർക്കാർ സ്വീകരിക്കും. പേഴ്സണൽ സ്റ്റാഫ് നിയമത്തിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിച്ചുവെന്ന ആക്ഷേപവുമായി MSF രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. 10 കൊല്ലം തെരുവിൽ തല്ലുകൊണ്ട് സമരം ചെയ്ത് ജയിലിൽ കിടന്നവരെ അവഗണിച്ചെന്നാണ് MSFന്റെ ആക്ഷേപം. നേരത്തെ യൂത്ത് ലീഗും സമാനമായി വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ എല്ലാവരെയും പരിഗണിക്കുന്നത് പ്രായോഗികമല്ലെന്നും നിയമനം മുഴുവൻ പൂർത്തിയായിട്ടില്ലെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. കേരള ബാങ്ക് പിരിച്ചുവിട്ട് ജില്ലാ ബാങ്കുകളെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം സർക്കാർ സജീവമായി പരിഗണിക്കുന്നതായി സൂചന. ആദ്യ പിണറായി സർക്കാരാണ് 13 ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചത്. എതിർപ്പുയർത്തിയ മലപ്പുറം ജില്ലാ ബാങ്ക് ഇപ്പോഴും പൂർണ്ണമായും കേരള ബാങ്കിന്റെ ഭാഗമായിട്ടില്ല. കേരള ബാങ്ക് രൂപീകരണ കാലത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല, സഹകരണ മേഖലയിലെ പ്രതിസന്ധി കാലത്ത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഒരു സഹായവും എത്തിക്കാൻ കേരള ബാങ്കിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് UDF ഇത് സംബന്ധിച്ച് ഉന്നയിക്കുന്ന ആരോപണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ജൂലൈ 9 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബേപ്പൂർ അഴിമുഖത്ത് വീണ്ടും ഫൈബർ വള്ളം മറിഞ്ഞ അപകടം. ബേപ്പൂരിൽ നിന്നുള്ള വള്ളമാണ് ശക്തമായ തിരയിൽപ്പെട്ട് അഴിമുഖത്ത് മറിഞ്ഞത്. അപകട സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിന് പ്രതികൂല കാലാവസ്ഥ കാരണം അഴിമുഖം മുറിച്ചു കടക്കാനായില്ല. എന്നാൽ ഈ സമയം കടലിലുണ്ടായിരുന്ന പരപ്പനങ്ങാടിയിൽ നിന്നുള്ള വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട 4 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. ഇവരെ പരപ്പനങ്ങാടി ഹാർബറിലേക്ക് എത്തിച്ചു. വള്ളം മറിഞ്ഞതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മത്സ്യവും വലയും കടലിൽ മുങ്ങിപ്പോയി. അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഷെഡ് കെട്ടി രാപ്പകലം സമരം നടത്തി വന്നിരുന്ന കുടുംബങ്ങൾ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാറ്റി. മഴ കനത്തതോടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സമരക്കാർ ഇവിടെ നിന്നും സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും പഞ്ചായത്ത് പടിക്കൽ സമരം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. പത്തനംതിട്ട റാന്നിയിൽ മിനി സൂപ്പർ മാർക്കറ്റിൽ കാട്ടുപന്നിയുടെ ആക്രമണം. കട ഉടമയായ സ്ത്രീക്ക് പരിക്കേറ്റു. മന്ദരംപടി സ്വദേശിനി ബീനയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 8:30യോടെ കടയുടെ ചില്ല് തകർത്ത് കാട്ടുപന്നി ഓടിക്കയറി. മലപ്പുറം എടവണ്ണപ്പാറ ടൗണിൽ റോഡിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ചതെല്ലാം പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലാണ് വാഴക്കാട് പഞ്ചായത്ത്. ഫുട്പാത്ത് കയ്യേറിയുള്ള നിർമ്മാണങ്ങൾ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പൊളിക്കും. കയ്യേറ്റങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റു പഞ്ചായത്ത് ഭരണസമിതി തുടർ നടപടികളിലേക്കും കടക്കും. മലപ്പുറം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ പട്ടണങ്ങളിലൊന്നാണ് എടവണ്ണപ്പാറ. കോഴിക്കോട് നിന്നും അരീക്കോട് നിന്നും കൊണ്ടോട്ടിയിൽ നിന്നുമെല്ലാമുള്ള റോഡുകൾ വന്നു ചേരുന്ന ജംഗ്ഷനാണ് എടവണ്ണപ്പാറയിലെ. ഇവിടെ കടകൾ, റോഡ് കയ്യേറി നിർമ്മിച്ച അനധികൃത നിർമ്മാണങ്ങളെല്ലാം പൊളിക്കാനാണ് വാഴക്കാട് പഞ്ചായത്തിന്റെ തീരുമാനം. ഇക്കാര്യം വ്യാപാരികളുമായി സംസാരിച്ചു കഴിഞ്ഞു. അനധികൃതമായി നിർമ്മിച്ചത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പൊളിക്കണം. വ്യാപാരികൾ പൊളിച്ചില്ലെങ്കിൽ
പഞ്ചായത്ത് അത് ചെയ്ത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി. ബിൽഡിംഗ് പെർമിറ്റ് പ്രകാരം ഏതൊരു സ്ഥാപന ഉടമയുടെയും അവകാശം എന്ന് പറയുന്നത് ഷട്ടറിൻ്റെ അപ്പുറത്തേക്കാണ്. നേർമറിച്ച് ഇപ്പം എടവണ്ണപ്പാറയിൽ നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഷട്ടറിൻ്റെ പുറത്തേക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും അവർ 1 മീറ്ററും 2 മീറ്ററും നീളത്തിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഏർപ്പാട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ദുഃഖകരമായൊരു സാഹചര്യം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, വ്യാപാരി വ്യവസായി സംഘടന അവരെ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു, കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായി എന്ന് മാത്രമല്ല, അവർ ചെറിയൊരു സാവകാശം ആവശ്യപ്പെട്ടു. ആ സാവകാശം വകവെച്ച് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറായി. ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ഇത് നീക്കാൻ സന്നദ്ധരാണ് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും കച്ചവടക്കാർ ഈ പറഞ്ഞതുപോലെ അവർ വാഗ്ദത്തം നൽകിയതുപോലെ പ്രാവർത്തികമാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും കൂടാതെ ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ കൂടി സഹകരണത്തോടുകൂടി പോലീസ് അധികാരികളുടെ സഹകരണത്തോടുകൂടി ഒരാഴ്ചക്കകം ഇത് കംപ്ലീറ്റ് നീക്കം ചെയ്യാനുള്ള പണി ഞങ്ങൾ എടുക്കും. 4 റോഡുകളിലും അനധികൃതമായി നിർമ്മിച്ചതെല്ലാം അടയാളപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 ദിവസം കൊണ്ട് ഇവ പൂർത്തിയാകും. അതിനുശേഷമാകും പൊളിച്ചു നീക്കൽ. ഗതാഗത പ്രശ്നത്തിനും കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടിനും ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 മലപ്പുറം. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് വഴി തെളിയുന്നു. 11-ാം തീയതി ഇസ്ലാമാബാദിൽ ചർച്ച വീണ്ടും നടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം ഇസ്രായേൽ ചാരസംഘടന മൊസാദ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അടക്കം കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടുവെന്ന വാർത്ത ശരിവയ്ക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇടുക്കി പൂപ്പാറ മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക്. സ്ഥലത്ത് പരിശോധന നടത്തിയ അധികൃതർ 2 പേർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം. പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. രാജകുമാരി വില്ലേജിലെ പൂപ്പാറ പരിധിയിൽ ഉൾപ്പെടുന്ന മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. സ്ഥലം നേരിട്ട് സന്ദർശിച്ച വില്ലേജ് അധികൃതർ 2 കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സർക്കാർ ഭൂമിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നിയമാനുസൃതമായി ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായ കയ്യേറ്റം നടന്നതെന്നാണ് കണ്ടെത്തൽ. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതിന് മുൻപ് ഭൂമി കൈവശപ്പെടുത്തി അവകാശവാദം ഉന്നയിക്കുകയെന്നായിരുന്നു ലക്ഷ്യം. കോതമംഗലം പൈങ്ങൂട്ടൂർ സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണ് റവന്യൂ രേഖകളിൽ പാറപ്പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ ഭൂമി കയ്യേറിയത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ റവന്യൂ വകുപ്പ് പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അത് അവഗണിച്ചാണ് വീണ്ടും ഷെഡ് നിർമ്മാണം നടത്തിയത്. കുന്നിൻ ചെരുവിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരുന്ന വലിയ പടുതാക്കുളങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് നേരത്തെ മണ്ണിട്ട് നികത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും കയ്യേറ്റക്കാർ വീണ്ടും സ്ഥലത്ത് ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഷെഡുകളുടെ നിർമ്മാണം തുടരുകയും ചെയ്യുകയായിരുന്നു. വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയും സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുള്ളൻതണ്ടിലെ സർക്കാർ ഭൂമി കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടരുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. നോട്ടീസിന്റെ കാലാവധി അവസാനിച്ച ശേഷം തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. ബ്രസീലിന് ഇന്ന് അഗ്നിപരീക്ഷ. ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന് ഇന്ന് അഗ്നിപരീക്ഷ. നോർവേയാണ് എതിരാളി. രാത്രി 1:30 മത്സരം നടക്കുക. ഏറ്റുമുട്ടിയ 4 തവണയും നോർവേയെ തോൽപ്പിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ചില ചരിത്രങ്ങൾ വഴിമാറാനുള്ളതാണ്. വീരന്മാർ അണിനിരുന്നാൽ ഇന്നേ വരെ നടക്കാത്തത് സംഭവിക്കും. ആ പ്രതീക്ഷയാണ് ബ്രസീൽ ആരാധകർക്ക്. ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിൽ 2 തവണ നോർവേ ജയിച്ചപ്പോൾ 2 മത്സരം സമനിലയിലായി. 98 ലോകകപ്പിലെ 2-1 തോൽവിയും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഇരു ടീമും മത്സരിച്ചത് 2006-ലാണ്. അന്ന് സമനിലയിൽ മത്സരം അവസാനിച്ചു. ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത നോർവേക്കെതിരെ ആദ്യ ജയവും ക്വാർട്ടർ മധുരവും പദ്ധതിയിടുകയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. ജപ്പാനെതിരെ മത്സരിച്ച ടീമിൽ പൊളിച്ചെഴുതലുകൾ ഉണ്ടാകുമെന്നാണ് കോച്ച് വ്യക്തമാക്കിയത്. പരുക്കേറ്റ ലൂക്കാസ് പക്വേറ്റ കളിക്കില്ല. എന്നാൽ പരുക്കുഭേദമായി റഫീഞ്ഞ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. പകരക്കാരനായിട്ടായിരിക്കും റഫീഞ്ഞയുടെ തിരിച്ചുവരവ്. ഓരോ മത്സരം കഴിയുന്തോറും ടീമിന്റെ പ്രകടനം ഉയരുന്നുണ്ടെന്ന് ആഞ്ചലോട്ടി. I am worried, as usual. But worried doesn't mean to be anxious. Anxious is something that you think that it didn't happen yet. I'm worried because I want to occupy before of what's going to happen
in the game. And so it is absolutely normal, but as I said, I am confident we improved, and I hope we can improve also tomorrow. എർലിംഗ് ഹാളൻഡ് എന്ന യുവ എഞ്ചിനിലാണ് നോർവേയുടെ കുതിപ്പ്. 5 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ പ്രധാനിയാണ് ഹാലൻഡ്. മാർട്ടിൻ ഒഡേഗാർഡും ഹാലൻഡും ബ്രസീലിന്റെ പ്രതിരോധത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും. പ്രതീക്ഷകളിൽ ബ്രസീലാണ് മുന്നിലെങ്കിലും വിട്ടുകൊടുക്കാനില്ല എന്ന് നോർവേ പരിശീലകൻ സോൾബാക്കൻ പറയുന്നു. I still say, obviously, Brazil is the favorites, like I told you yesterday. But I also said that it's not. I don't think they are big favorites, which they maybe had been some years ago, or 2, 3, 4 years ago. Now we have had a very good run for a very long time, and we have great confidence. ഗോൾ കൺവേർഷനിൽ ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലാണ് നോർവേ. 43 ഗോൾ ശ്രമങ്ങളിൽ നോർവേ 10 വിജയിച്ചപ്പോൾ 59 ഗോൾ ശ്രമങ്ങളിൽ നിന്നാണ് ബ്രസീലിന്റെ 9 ഗോളുകൾ. 20 വർഷം മുമ്പാണ് നോർവേയും ബ്രസീലും അവസാനം ഏറ്റുമുട്ടിയത്. അന്ന് സമനിലയായിരുന്നു ഫലം. ഇന്ന് വീണ്ടും എത്തുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എർലിംഗ് ഹാളൻഡ് എന്നൊരു ഗോൾ മെഷീനുണ്ട് ഈ നോർവീജിയൻ സംഘത്തിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലാണ് ക്വാർട്ടർ ഫൈനലിലെ മറ്റൊരു ഗ്ലാമർ പോരാട്ടം. എല്ലാ മത്സരവും ജയിച്ചാണ് മെക്സിക്കോ പ്രീ ക്വാർട്ടറിലെത്തിയത്. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 5:30 കിക്ക് ഓഫ്.